അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? നമുക്കറിയാം, ദുൽഹിജ്ജ മാസം നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണല്ലേ. ഒരു പുതു മാസം, ഒരു പുതു വർഷം നമ്മിലേക്ക് ഇൻഷാ അല്ലാഹ് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയ വർഷങ്ങളെ സകലമാന ദോഷങ്ങളെ നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ. ചെയ്ത അമലുകൾ വളരെ തുച്ഛമാണ്, അത് ഓൻ്റെ കൃപ കൊണ്ട് ഓനെ സ്വീകരിക്കട്ടെ. ഓൻ്റെ ഉത്തമ ഇബാദുകളിൽ അടിമകളിൽ നമ്മളെല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്ന വർഷങ്ങൾ ഓൻ്റെ പൊരുത്തത്തിലായിട്ട്, ഓൻ്റെ തൃപ്തിയിലായിട്ട്, കൃപയിലായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ച് ഇൻഷാ അല്ലാഹ് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. നമുക്കറിയാം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങളുണ്ടല്ലേ. ഒരുപാട് തരത്തിലുള്ള ഫലം ചെയ്യുന്ന ഒരു അമലുണ്ട്. ഈ മുഹറമിൻ്റെ ആദ്യ രാവിലെ നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ്. ഇത് ചെയ്താൽ നമുക്ക് ഫലം ഉറപ്പാണ്. ഞാൻ വെറുതെ പറയല്ല. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിലെ മുഹറമിൻ്റെ ആദ്യ രാവിലെ ഈ പറയാൻ പോകുന്ന അമല് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് തരത്തിലുള്ള നേട്ടങ്ങൾ ലഭിച്ചു എന്ന് അവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമ്പോൾ, നമ്മളെ ഇൻഫോം ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെയൊക്കെ ഒരു പവർ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന അമലിൻ്റെയൊക്കെ ഒരു ശക്തി, ഖുവ്വത്ത് എത്രത്തോളാണ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ആദ്യമേ ഞാൻ ഈ ഒരു അമല് ചെയ്തിട്ട് അതിലൂടെ ഫലങ്ങൾ ലഭിച്ച ആളുകളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ജസ്റ്റ് കുറച്ച് പറഞ്ഞുതരാം. ഒരുപാട് ആളുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് ചില അനുഭവങ്ങൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞുതരാം. ഒരാൾ പറയുകയാണ്, 4 വർഷമായിട്ട് ഞാൻ ഈ ഒരു അമല് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വീട് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് വെച്ചാണ് ഞാൻ ഈ ഒരു അമല് ചെയ്ത് തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് പുതിയ വീട്ടിൽ താമസമായിട്ട് 2 മാസമായി. ഇനി വരുന്ന മുഹറം മാസത്തിലും ഈ ഒരു അമല് ചെയ്യണം. ഒരാളുടെ അനുഭവമാണ്. അതുപോലെ മറ്റൊരാൾ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനൊരു വീട് ഉണ്ടാകാൻ ഈ ഒരു അമല് ചെയ്ത് വരുന്നുണ്ട്. ഈ ജൂൺ മാസം 3-ന് എൻ്റെ വീട് രജിസ്ട്രേഷൻ ആയിരുന്നു എന്ന് വേറൊരാൾ പറയാം. അൽഹംദുലില്ലാഹ് ഞാനും ഇത് ചെയ്യാറുണ്ട്. എൻ്റെ 2 കൂട്ടുകാർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള നിയ്യത്ത് ഞാൻ ഈ ഒരു അമല് ചെയ്തപ്പോൾ ഞാൻ വെച്ചിരുന്നു. അൽഹംദുലില്ലാഹ് അതിൻ്റെ 3-ാമത്തെ വർഷം എനിക്ക് വേണ്ടിയും എനിക്ക് ഒരു കുഞ്ഞുണ്ടാകാനും ഞാൻ നിയ്യത്ത് വെച്ചിരുന്നു. അൽഹംദുലില്ലാഹ് ഞാൻ പ്രഗ്നൻ്റായി. അവരും തൊട്ടടുത്ത മാസം, എൻ്റെ കൂട്ടുകാരും തൊട്ടടുത്ത മാസം അവർക്കും വിശേഷമായി. ഒരാൾക്ക് മോള്, ഒരാൾക്ക് മോന്. എൻ്റെ മോന് 1 വയസ്സ് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഇതൊക്കെ ഒരു അമലിൻ്റെ പവറാണ് എന്ന് ആൾ പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ വേറൊരാൾ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് 2 വർഷമായിട്ട് ഞാൻ ഈ ഒരു അമല് ചെയ്യുന്നുണ്ട്. ഒരു വീട് എന്നുള്ള നിയ്യത്തായിരുന്നു എനിക്കുള്ളത്. അൽഹംദുലില്ലാഹ് വീട് കൂടിയിരുന്നു. ഇന്നേക്ക് 2 ആഴ്ചയായി. കുറച്ച് കട ഉണ്ട്, ഇൻഷാ അല്ലാഹ് അത് വീടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വേറൊരാൾ പറയാണ്. അതുപോലെ മറ്റൊരാൾ പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഈ ഒരു അമല് ചെയ്തു. അൽഹംദുലില്ലാഹ് ഈ മാസം ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞെൻ്റെ കൂടെ കിടക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ്. ഇനി എന്താണ് അമല് എന്ന് പറഞ്ഞു തരട്ടെ. ഏതാണ് അമല് എന്ന് പറഞ്ഞുതരാം. മനസ്സറിഞ്ഞിട്ട് മുഹറമിൻ്റെ ആദ്യ രാവിലെ, മുഹറമിൻ്റെ ആദ്യ ദിവസം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് അനുഭവങ്ങൾ നമുക്കും അനുഭവിക്കാൻ പറ്റും, നമ്മുടെ നിയ്യത്ത് അനുസരിച്ചിട്ട്. മനസ്സിലായില്ലേ? എന്താ അമല് അറിയോ? ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വാക്യം 113 പ്രാവശ്യം നമ്മൾ എഴുതുക. എത്ര? 113 പ്രാവശ്യം. 1 1 3 ഇങ്ങനെ 113 പ്രാവശ്യം നമ്മൾ ഇൻഷാ അല്ലാഹ് എഴുതിയാലേ പടച്ച റബ്ബ് ഓൻ്റെ കൃപ കൊണ്ട് ഒരുപാട് തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. യാതൊരു ഡൗട്ടും വേണ്ട. മനസ്സിലായില്ലേ? ഇത് അനുഭവങ്ങളാണ് ഞാൻ ഈ വായിച്ചത്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ. നമുക്കും അനുഭവങ്ങൾ വരും. കടങ്ങൾ വീടണം, മനസ്സറിഞ്ഞിട്ട് ചെയ്തോളി. വീട് വേണോ, ഉറപ്പിച്ച് ചെയ്തോളി. നല്ല ജോലി വേണോ, നല്ല യഖീനോടുകൂടെ ചെയ്തോളി. ഇങ്ങനെ വേറെന്തെങ്കിലും നല്ല നല്ല ആഗ്രഹങ്ങളുണ്ടോ, ഉദ്ദേശങ്ങളുണ്ടോ, ഉറപ്പായിട്ടും പടച്ച റബ്ബ് തരും. യാതൊരു ഡൗട്ടും വേണ്ട. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഹർഫുകൾ വ്യത്യസ്തമായിട്ട് തിരിച്ചിട്ട് ഓരോരോ എന്താ പറയുക അക്ഷരങ്ങൾ വേർതിരിച്ചിട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഹർക്കത്തുകൾ ഇടാണ്ട് ബ സീന് മീമ് ഇങ്ങനെ
അതിൻ്റെ രൂപം കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എഴുതുക. അങ്ങനെ 113 പ്രാവശ്യം നമ്മൾ ഒരു കടലാസിൽ എഴുതിയിട്ട് അത് നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തോ നമ്മൾ എന്ത് ചെയ്യുക, അത് ഭദ്രമായിട്ട് എടുത്തു വെക്കുക. ആ ബിസ്മി എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതുക. പടച്ച റബ്ബിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് രഹസ്യ പൊരുളുകൾ ഉൾക്കൊള്ളുന്ന, ഓൻ്റെ ഇസ്മുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണെങ്കിലും വെറുതെ ആകൂല, യാതൊരു ഡൗട്ടും വേണ്ട. വഫഖനല്ലാഹ്, അമൽ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു അമൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഉറപ്പിച്ച് ചെയ്തോളി. ഇതിൻ്റെ ഫലത്തിൽ നമുക്ക് കാണാൻ കഴിയും, ലം യനൽ ഹാമിലഹ മക്രൂഹും ഫീഹി വലാഫി അഹ്ലി ബൈത്തിഹി മുദ്ദത ഉംരി. ജീവിതകാലം മുഴുവൻ നമുക്ക് യാതൊരു പ്രയാസം, യാതൊരു ദുഃഖവും വരില്ല ഈ അമൽ ചെയ്തോളി. കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം, പലിശ കൊണ്ടുള്ള പ്രയാസം, ലോണ് കൊണ്ടുള്ള പ്രയാസം, വീട് പണി പൂർത്തിയാകാതെയുള്ള ഈ പ്രയാസം, അതുപോലെ തന്നെ വീടാകാതെയുള്ള പ്രയാസം, വീട് പണി തുടങ്ങി അത് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാതെയുള്ള പ്രയാസം, ജോലിയില്ലാത്ത പ്രയാസം, ദാരിദ്ര്യമുള്ള പ്രയാസം, ഇങ്ങനെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ പരിഹാരം ഇതിലുണ്ട്. മനസ്സറിഞ്ഞ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. വഫഖനല്ലാഹ്, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.